എടി കുട്ടത്തി പ്രസന്റിന് വേഷ കെട്ടിയടി. കൊള്ളാം. പ്ലച്ചന്റെ കേട്ടു മാമി. ഒരു 5 കിലോ വരും ഒരടി. പ്രസന്റ് അണ്ണൻ പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചെന്നങ്ങ് വീണ്. മുരളി അടി അടിച്ചത് ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ മറ്റേ സതീശൻ എന്ന് പറയുമ്പോൾ എന്തൊരടി നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് ഒമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പയെ പറഞ്ഞിളക്കി ഇത്രയാക്കി വെച്ചത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ? അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടയ്ക്കായ. എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളി അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്. നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ്ണ. പ്രസന്നം വല്ല കേസിനും പോയല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത്, നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പാവൂല്ലേ. അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞോളിയാ. വാ പോ. നില്ല, ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് വന്ന് കരയട്ടാളിയാ. നീ കരയെ പിടിക്കുക ചിരിക്കുക എന്തോണോ ചെയ്തോളിയാ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ. നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ. എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 3:30 എങ്ങനെ ആവണത്? അത് പിന്നെ എന്തൊരു എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. മുരളി 3:30 എടുക്കണത് എന്ത്? 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മാറ്റിയെന്ത്? എന്തൊരു പാടാ. പിന്നെ ഇനി അവരടക്കാൻ നേരത്ത് ഈ പ്രസന്നം വന്ന് വല്ല കലിപ്പം ഉണ്ടാക്കുവോ? അവനായിട്ടൊന്നും പറയാൻ പറ്റൂലണ്ണ. പന്തളത്തുനിന്ന് അവർ വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നീറ്റായിരിക്കണം. അല്ലാതെ അടിയും വെള്ളവും വഴക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലേ ആകെ നാണക്കേടാണ്. ചിലപ്പോൾ കല്യാണം തന്നെ മുടങ്ങി പോയിന്ന് വരും. എത്രയും പറ്റുണ്ണ. ഡേ സുധാരം അവൻ അടക്കിയെടുത്ത് തന്നെ ഇവരടക്കണമെന്നൊന്നുമില്ല, മനസ്സിലായ അണ്ണ? അത് നിന്റെ കൊച്ചിന്റെ കല്യാണം ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഏപ്പരാജ് പ്രസന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഡേ ഭായി സുനോ, യഹാ നഹി വഹാ നഹി ഉദർ ആഞ്ഞിലി മൂട് ഹെ ഉദർ. അവിടെ പോയി വൃത്തിയാക്ക്. പോ ജൽദി ജാവടാ. ഡേ നമ്മാട്ടി നിന്റെ അച്ഛൻ എടുത്തോണ്ട് വരുമോ? ഇതെവിടുന്നുണ്ട്? ദാണ്ടേത് അപ്പുറത്തെ പ്രസന്നന്റെ മോനും കുറെ പിള്ളേരും കൂടാ ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാ. അല്ല, അവന്മാരത് ഇനി നിർത്തുമെന്ന് തോന്നണില്ല. ഇടപെടാന്ന് വെച്ച പ്രസന്നനാണ് ആള്. അല്ലേ വേണ്ട, അവന്മാര് കൈയടയ്ക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളും. ബാബാ പോകുമ്പോ ഇതെന്തോന്ന് റിസർവ് ഫോറസ്റ്റാ? എല്ലാം നിമിത്തമാണ് അഞ്ജലി. അതല്ലേ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ള 1000 വട്ടം പറഞ്ഞല്ലേ ഞാൻ. പച്ചനെ കാര്യം നിന്നെ മനസ്സിലായ? നീ ഇത് പോവാൻ നോക്കിയാ ഇവിടുന്ന്. എടി, നിന്റെ കല്യാണം ഉറച്ചെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. അതിന് ഞാൻ എന്തിനു വേണം? ഇതൊരു കഷ്ടം ഈശ്വരാ. അഞ്ജലി, നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് നീ ജീവിക്കാനുള്ളത്, അല്ലാതെ നിന്റെ വീട്ടുകാരെ കണ്ടുപിടിച്ചിട്ടല്ല. അത് ഞാൻ എന്തിനേലും ചെയ്തോളാം. നീ ഇപ്പൊ പോവിടുന്നേ. നീ ഒന്നും മനസ്സിലാക്ക് പ്ലീസ്. എനിക്ക് നിന്നെ പോലെ വേറെ ആരെയും കാണാൻ പറ്റണില്ല. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇത് ആദ്യമായിട്ട് തന്നെ. കൊല്ലത്തുന്നെ എല്ലാത്തിനും അടിയല്ലേ? എന്ത് മക്കളെ വിശക്കണോ നിനക്ക്? അയ്യോ, ഈ സമയത്ത് വെള്ളം പോലും കുടിച്ചൂടാ. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ. അടക്കം കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. അതുവരെ മക്കളെ ഒന്നും കഴിക്കണ്ട. വിശക്കണി ചേച്ചി വല്ല ഇരിപ്പുണ്ട് അതിൻ്റെ തോണ്ടവിടെ അടുക്കളയിൽ ചെന്നിട്ട് പൂണോളുമ്പോ. രാവിലെ നമ്മളിവിടെ പണിക്ക് വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളില്ലാത്ത മിറ്റ് വരുന്നു. നീ ഒരാൾ വിചാരിച്ചപ്പോൾ കണ്ട ഞാൻ എന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല. ഇന്ന് പയ്യന്മാരായിട്ട് പൊന്മുടി പോയായിരുന്നു ഞാനാണ്. എന്നെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും അമ്മച്ചിയുടെ വിധി. തിരുസന്ധി. അപ്പം അതിന് നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് ചുമ്മാ ഇരുന്നാണ് ഒരുമാതിരി.
നീ അമ്മച്ചി ശാപമെന്ന് കേട്ടിട്ടുണ്ടോ? ആന്ധ്രാണ്. ആരൊരുവൻ ഒരു അമ്മച്ചിയുടെ മരണത്തിന് കാരണമാവുന്നുവോ അവനും അവൻ്റെ 7 തലമുറയും നശിച്ചു പാളീസാവും. ഇത് മിണ്ടായിരുന്നാണ് ചുമ്മാ. അതിന് പരിഹാരമുണ്ട് കേട്ടാ. എന്തിനാണ്? കാശി പോണം. പോയിട്ട് കാശി പോയി 150 തവണ കുളിച്ചു തൊഴണം. പിന്നെ 1001 അമ്മമാരെ കാലി തൊട്ട് തൊഴണം. പിന്നെ 1000. അല്ല, ഈ കാശി എവിടെയാണ്? അത് രാമേശ്വരത്തിനടുത്ത് എവിടെയാണ്? പിന്നെ വിശക്കണ്ടാ, പോയി 2 ഊണ് മേടിച്ചോണ്ട് വരൂ. എന്തോ നമ്മുടെ വഴിയെടുത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോയവര്. പിന്നെ എന്തിനാണ് നമ്മളിത് കാണിക്കണേ? മതിയാക്കിക്കൊടു. പിന്നെ എന്റെ അച്ഛൻ അടിച്ചിട്ട് ഞാൻ അവിടെ മിണ്ടായിരിക്കാനാ? നിന്റെ അച്ഛൻ അടി കിട്ടണത് ആദ്യമായിട്ടാ. നീ ഒന്ന് ശ്രദ്ധിച്ചാണ്. കരച്ചിലൊന്നും വർക്കാണില്ല. ഞാൻ കരഞ്ഞു വരുമ്പോ അവള് പൊക്കളഞ്ഞ്. വേറെ പ്ലാൻ ബി എങ്ങാണുണ്ടോ? നീ പുളിയുടെ വിറവ് കയറിയിട്ടുണ്ടാ? നാട്ടിലോട്ട് വാളിയാ. എനിക്ക് തോന്നണതേ അവളെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യണയാണ് അവളെ വളയ്ക്കാൻ വഴി. അത് നീ എനിക്കൊരു വഴി പറഞ്ഞാണ്ടാ. ഇനി വാ നീ ഇതര കയറിയിട്ട് അവളെ ചേമ്പ്രസാം. ഞാനിവിടെ മരുമോനാകാൻ പോകുന്നതാണ്. നീയല്ലേ അളി എനിക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ചെയ്യാൻ. നീന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തിരിഞ്ഞാ പോന്നീ ഈ ഏരെ കണ്ടുപോലും നിന്നെ എല്ലാത്തിനും ഞാൻ കത്തിക്കും. എന്നെ ഈ നാട്ടുകാരെ മൊത്തം മുമ്പ് ചടിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നണം? ആ മുരളി ഇന്ന് ഇവിടെ കിടന്ന് ഓടും. അതിന് മുരളിയല്ലല്ലോ നിന്നെ അടിച്ചേ, ആ സതീശനല്ലേ നിന്നെ അടിച്ചേ. അവൻ വെറും കൃമി. അവനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരെ കത്തിക്കാൻ പറ്റാതെ അവന്മാർ ഇവിടെ കിടന്ന് ഓടും. ഓ, ഓട്ടിക്കാൻ ചെന്ന് കയറിക്കോട്. ഇപ്പൊ കിട്ടിയണക്കായിരിക്കില്ല. നിനക്കെന്താ അറിയാടി? അണ്ണാ, സുധാകരൻ മാമൻ ചാവണേന് മുമ്പ് ഇവിടുത്തെ വസ്തു സുധയ്ക്ക് എഴുതി കൊടുത്തെങ്കിലും അതിൽ സാവിത്രി അമ്മച്ചിക്ക് ജീവിതകാല അവകാശം വച്ചിട്ടുണ്ട്. ഇപ്പം മോളെ കല്യാണമായി. മുരളിക്കെത്തിയ വസ്തു വിൽക്കണം. സാവിത്രി അമ്മച്ചി ജീവിച്ചിരിക്കുമ്പം അതിലൊരു തുണ്ട് വസ്തു വിൽക്കാൻ അവർ സമ്മതിക്കൂല. അപ്പോൾ സാവിത്രി അമ്മച്ചി ചാവണം. അണ്ണാ, ഇതവർ മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? ആ മുരളി. മനുഷ്യ, എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ കേട്ടാ. ദൈവത്തിന് ആരക്കൂല.